ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ ജബ്ലോൺസ്കി ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്തു. അതിലായിരുന്നു ഫ്ലൂറസൻസും ഫോസ്ഫോറസൻസും വന്നിരുന്നത്. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഫ്ലൂറസൻസിൻ്റെയും ഫോസ്ഫോറസൻസിൻ്റെയും ഡിഫറൻസിലാണ്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ക്വഞ്ചിങ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. പേജ് നമ്പർ 363 ഓക്കെ. അപ്പോൾ ഒരു ന്യൂ വേർഡാണ് ക്വഞ്ചിങ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ആൻസർ എന്നാൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്തായിരുന്നു? ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റംസ് എനർജി കിട്ടിയിട്ടാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോവാം. സോ ക്വഞ്ചിങ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്തായിരിക്കും? അതെന്താണെന്ന് വെച്ചാൽ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ അതെന്തായിരിക്കും? ആക്ടിവേറ്റഡ് ആയിരിക്കും. എനർജി കിട്ടി, ആക്ടിവിറ്റി കിട്ടിയിട്ടാണ് അവർ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നത്. അവിടെ വെച്ച് ആ മോളിക്യൂൾസിന് അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെട്ട് തിരിച്ച് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നതിനെയാണ് ക്വഞ്ചിങ് എന്ന് വിളിക്കുന്നത്. അത് വേറെ ഏതെങ്കിലും ഒരു ആറ്റത്തിൻ്റെ പ്രസൻസിലായിരിക്കും ഈ ആറ്റത്തിൻ്റെ എന്ത് നഷ്ടപ്പെടുന്നത്? ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. ഇവിടെ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ക്വഞ്ചിങ് ഈസ് ദ ഷോർട്ടനിങ് ഓഫ് ദ ലൈഫ് ടൈം ഓഫ് ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് എൻ ആറ്റം ഓർ മോളിക്യൂൾ ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അനദർ ആറ്റം ഓർ മോളിക്യൂൾ നോൺ ആസ് ദ ക്വഞ്ചർ. അതായത് ഒരു കൊഞ്ചറിൻ്റെ പ്രസൻസിൽ ആക്ടിവേറ്റഡ് ആയി എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂളിന് അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടാം. നോൺ റേഡിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ആയിരിക്കും മേ ബി പുറത്തുവിടുന്നത്. അതാണ് നോൺ റേഡിയേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നതിനെയാണ് ക്വഞ്ചിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിന് സഹായിക്കുന്ന അനദർ ആറ്റത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്വഞ്ചർ. ഞാൻ ഒന്ന് വരച്ചിട്ട് പറഞ്ഞുതരാമേ, കാണിച്ചു തരാം. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഇതാണ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പം ഇവിടെ ഒരുപാട് മോളിക്യൂൾസ് അല്ലെങ്കിൽ ആറ്റംസ് ഉണ്ടെന്ന് കരുതുക. ഇവിടെ ഓൾറെഡി ഉള്ള കുറച്ച് ആറ്റംസ് ഇവിടെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുണ്ടെന്ന് കരുതുക. അപ്പോൾ ഈ താഴെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഈ മോളിക്യൂൾസ് എങ്ങനെയാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്താൻ പോകുന്നത്? നമ്മൾ ഈ ഒരു ഫോട്ടോ കെമിസ്ട്രിയിൽ UV വിസിബിൾ റേഞ്ചിലുള്ള റേഡിയേഷൻ വരുമ്പം ആ റേഡിയേഷൻ അബ്സോർബ് ചെയ്യുമ്പം ഈ മോളിക്യൂൾസ് ആക്ടിവേറ്റഡ് ആവുന്നു. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എവിടേക്ക് പോകുന്നു? എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു. സോ ഈ ഒരു ആറ്റം അല്ലെങ്കിൽ ഈ ഒരു മോളിക്യൂളാണ് ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് കരുതാം. ഇതിപ്പോൾ ഇതിന് എന്തുണ്ട്? ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ആക്ടിവിറ്റി ഉള്ളൊരു മോളിക്യൂളാണ്. സോ ആക്ടിവിറ്റി ഉള്ള ഈ ഒരു മോളിക്യൂൾ ഇതിന് ഈ ഒരു ആക്റ്റീവ് അല്ലാത്ത ഈ ഒരു ആറ്റത്തിന് അല്ലെങ്കിൽ മോളിക്യൂളിനെ കൊളൈഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. കൊളൈഡ് ചെയ്യാൻ കൂട്ടിമുട്ടുന്ന സമയത്ത് ഇതിൻ്റെ എനർജി എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ട്രാൻസ്ഫർ ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇപ്പം ഹീറ്റിൻ്റെ രൂപത്തിൽ എനർജി നഷ്ടപ്പെടുകയോ ചെയ്താൽ ഇതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. തിരിച്ച് ഇത് ഇതുപോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ക്വഞ്ചിങ്. ആൻഡ് ഇതിനെ ആക്ടിവിറ്റി നഷ്ടപ്പെടാൻ കാരണമായ ഈ ഒരു മോളിക്യൂൾ ഉണ്ടല്ലോ, ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്വഞ്ചർ. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ക്വഞ്ചിങ്, എന്താണ് ക്വഞ്ചർ എന്ന്. ടെക്സ്റ്റിൽ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ D സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂൾ. ഞാൻ പറഞ്ഞു സ്റ്റാർ എപ്പോഴും ഇവിടെ നമ്മൾ എക്സൈറ്റഡ് മോളിക്യൂൾസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഈ D സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു മോളിക്യൂളാണ് D സ്റ്റാർ. ഓക്കെ, ഈ D സ്റ്റാറിന് ഇതാണ് A എന്ന് പറയുന്ന മോളിക്യൂൾ. ഈ D സ്റ്റാർ A ആയിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് Dത്തെ എനർജി ആർക്ക് കിട്ടും? Aക്ക് കിട്ടും. അപ്പോൾ A എന്തായിട്ട് മാറും? A സ്റ്റാർ ആയിട്ട് മാറും. Dൻ്റെ സ്റ്റാർ പോവുകയും ചെയ്യും. സ്റ്റാർ പോകാൻ ആക്ടിവിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഈ ക്വഞ്ചിങ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രോസസ്സ് ഉണ്ട്. ഫോട്ടോ സെൻസിറ്റൈസേഷനും ക്വഞ്ചിങ് ഓഫ് ഫ്ലൂറസൻസും. ഇനി ഇതിനെ പറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യം കാണാം ഫോട്ടോ സെൻസിറ്റൈസേഷൻ ആൻഡ് ഫോട്ടോ സെൻസിറ്റൈസ്ഡ് റിയാക്ഷൻസ്. ഫോട്ടോ സെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നമ്മൾ റിയാക്റ്റൻ്റ് ഇരിക്കുന്നത് ട്രിപ്ലറ്റ് സ്റ്റേറ്റിലാണെന്ന് കരുതുക. ഗ്രൗണ്ട് സ്റ്റേറ്റിലല്ല, ട്രിപ്ലറ്റ് സ്റ്റേറ്റിലാണ്. അപ്പം ആ ഒരു റിയാക്റ്റൻറ്റിന് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ ട്രിപ്ലറ്റ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു മോളിക്യൂളിന് ഡയറക്റ്റായിട്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ആൾക്ക് മാത്രമേ ഡയറക്റ്റായിട്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഒരാൾ ആ ആൾ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യും. ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ലൈറ്റിനെ അത് അബ്സോർബ് ചെയ്ത് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തിയിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഈ ആക്റ്റീവ് അല്ലാതെ കിടക്കുന്ന മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്തിട്ട് അതിന് എനർജി കൊടുക്കും. അപ്പോൾ ആ മോളിക്യൂൾ എന്താവും? ആക്ടിവേറ്റഡ് ആവും. അതിൻ്റെ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. ഈ ഒരു പ്രോസസ്സിനെയാണ് ഫോട്ടോ സെൻസിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്.
ഇവിടെ എഴുതിയിട്ടുണ്ട് ഇൻ സം ഫോട്ടോകെമിക്കൽ പ്രോസസ്സസ് റിയാക്ഷൻ ബിറ്റ്വീൻ ദ ഫോട്ടോ ഇൻസെൻസിറ്റീവ് റിയാക്റ്റൻ്റ്. അതായത് ഫോട്ടോ ഇൻസെൻസിറ്റീവ് എന്താ, ആ മോളിക്യൂളിന് ഡയറക്റ്റായിട്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. പകരം ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആക്ടിവിറ്റി അതിന് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫോട്ടോ സെൻസിറ്റൈസേഷൻ. അപ്പോൾ അതൊരു എക്സാമ്പിൾ വെച്ച് എഴുതിയതാണ് ഇത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാണ്ട് ഒന്നും മനസ്സിലാവില്ല, ഞാനൊരു പിക്ചർ വരച്ചിട്ട് അതിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ കാണാം D+H₈ D1 എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഇതാണിപ്പോൾ നമ്മളെ ചിത്രം. ഇതാണ് നമ്മളെ ചിത്രം. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുന്ന ഈ ഒരു മോളിക്യൂൾ ഇതാണ് എന്ത്, ഡി എന്ന് പറയുന്ന മോളിക്യൂൾ. ഞാൻ ഇവിടെ കാണിക്കാം. ഡി എന്ന് പറയുന്ന മോളിക്യൂളാണ് ഇത് ലൈറ്റ് സെൻസിറ്റീവ് ആണ്. ഇത് ലൈറ്റിന് എന്ത് ചെയ്യുന്നു, ഈ H₈ മീൻസ് ലൈറ്റാണ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. അതിന് ഞാൻ D1, ഈ ഒരു മോളിക്യൂൾ D1 എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഡി ഇവിടെ എഴുതി കാണാം, D+H₈ എന്തായിട്ട് മാറി, D1 എന്ന് പറയുന്ന എക്സൈറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളായിട്ട് മാറി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത്, ഈ D1 ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴി D3യിലെത്തി. D3 എന്ന് പറഞ്ഞാൽ 3 മീൻസ് ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ആണേ. സോ ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് എപ്പോഴും സിംഗ്ലറ്റിൽ നിന്നും ഡബ്ലറ്റിലേക്കോ ട്രിപ്ലറ്റിലേക്കോ ആണ് പോകുക അല്ലേ. ഇപ്പോൾ ട്രിപ്ലറ്റിലേക്കാണ് പോയത്. ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴി എവിടെ എത്തി, D3യിലെത്തി. ഈ ഒരു മോളിക്യൂൾ D1 ആയിരുന്നു. അത് സിംഗ്ലറ്റ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ് D1 എഴുതിയത്, ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ ഇരിക്കുന്നതാണ് D3 ആയത്. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ ഇപ്പോൾ ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴി എവിടെ എത്തി, ട്രിപ്ലറ്റ് സ്റ്റേറ്റിലെത്തി. ഈ ട്രിപ്ലറ്റ് സ്റ്റേറ്റിലാണ് നമ്മളെ എ എന്ന് പറയുന്ന മോളിക്യൂൾ ഇരിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന മോളിക്യൂൾ എന്താണ്, ലൈറ്റ് ഇൻസെൻസിറ്റീവ് ആണ്. ലൈറ്റിനെ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പം ഈ ഒരു വന്ന ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന മോളിക്യൂളിന് ആ ഒരു കഴിവുണ്ട്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴിയാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്, ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നത്. ഇവിടെ വെച്ച് ഈ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ ലൈറ്റ് ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള എ എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് കൊളൈഡ് ചെയ്യും. കൊളൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇതിൻ്റെ എനർജി ഇങ്ങോട്ടേക്ക് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും, ആക്കി ആക്ടിവിറ്റി കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് എ എന്തായിട്ട് മാറി, A3 ആയിട്ട് മാറിയിട്ട് ഈ ഒരു ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ വെച്ച് റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് പ്രൊഡക്റ്റ് തരും. ഇത്തരത്തിലുള്ള റിയാക്ഷൻസിനെയാണ് നമ്മൾ ഫോട്ടോ സെൻസിറ്റൈസേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. സെൻസിറ്റൈസ് ചെയ്യാനാൽ ഒരാളെ സഹായിക്കുക, ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് എന്താ മനസ്സിലായില്ലേ. ഡി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന മോളിക്യൂൾ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. സിംഗ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തിയ മോളിക്യൂൾ ഇൻ്റർസിസ്റ്റം ക്രോസിംഗ് വഴി എവിടെ എത്തി, ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തി. ട്രിപ്ലറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ വെച്ച് എ ആണ് നമ്മൾ ആൾ, റിയാക്റ്റൻ്റ്, ലൈറ്റ് ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ആൾ. അയാളായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എനർജി എക്ക് കിട്ടും. അപ്പോൾ D+A3 ആയിട്ട് മാറി. ട്രിപ്ലറ്റ് സ്റ്റേറ്റിൽ വെച്ച് എ റിയാക്ഷൻ നടത്തിയിട്ട് പ്രൊഡക്റ്റ് തരും. ഇത്തരത്തിലുള്ള റിയാക്ഷനാണ് എന്ത്, ഫോട്ടോ സെൻസിറ്റൈസേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്യണം, കാരണം ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ടെക്സ്റ്റിൽ ഇതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഞാൻ വരച്ച ചിത്രമായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ മനസ്സിലാവുന്നത് അത് ചെയ്യാം കേട്ടോ. കാരണം ഇതാണ് നമ്മളെ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അവിടെ വെച്ച് ഡോണർ D1 D1 നിന്നും ട്രിപ്ലറ്റ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ട്രിപ്ലറ്റ് സ്റ്റേറ്റ് ഞാൻ കുറച്ച് ചരിച്ചിട്ടാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ഞാൻ വരച്ച ചിത്രത്തിൽ അത്രേ വ്യത്യാസമുള്ളൂ. എന്നിട്ട് അവിടെ വെച്ച് ഡി എയിലേക്ക് പകർന്നു കൊടുക്കുന്ന എനർജീന A3 എന്നിട്ട് പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഫോട്ടോ സെൻസിറ്റൈസേഷന് മെക്കാനിസം കാണിക്കുന്ന ചാർട്ട്. പിന്നെ ഈ ഒരു പാരഗ്രാഫിൽ ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പുകളാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് ഫോട്ടോ സെൻസിറ്റൈസ്ഡ് റിയാക്ഷൻസ് നോക്കാം. അപ്പോൾ ഫോട്ടോ സെൻസിറ്റൈസ്ഡ് റിയാക്ഷനിൽ ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള എക്സാമ്പിളാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്താണെന്നറിയാലോ, ലൈറ്റിൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചെടികളിൽ വെച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുക, അതാണ് എന്ത്, ഫോട്ടോസിന്തസിസ്. സോ ഈ ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡിനോ വെള്ളത്തിനോ വാട്ടർ വേപ്പറിനോ എന്ത് ചെയ്യാനുള്ള കഴിവില്ല, ലൈറ്റിനെ ഡയറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ ഈ ചെടികളിൽ കാണപ്പെടുന്ന ഒരു ഗ്രീൻ പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ. ഇവിടെ ക്ലോറോഫിലാണ് ഫോട്ടോ സെൻസിറ്റൈസറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ക്ലോറോഫിൽ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആണ് വാട്ടറിനും കാർബൺ ഡൈ ഓക്സൈഡിനും കൂടെ കൊടുത്തിട്ട് റിയാക്ഷൻ നടന്ന് ഗ്ലൂക്കോസായിട്ട് മാറുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഒന്നാമത്തെ എക്സാമ്പിളാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ ഫോട്ടോസെൻസിറ്റൈസ്ഡ് ഡിസോസിയേഷൻ ഓഫ് മോളിക്യുലാർ ഹൈഡ്രജൻ ഇൻറ്റു ആറ്റം. H2 മോളിക്യൂളിനെ H ഹാറ്റായിട്ട് മാറ്റുന്ന റിയാക്ഷൻ.
ഈ ഒരു എക്സാമ്പിൾ എന്താ പറയണതെന്ന് വെച്ചാൽ ഈ മോളിക്കുലർ ഹൈഡ്രജനെ നമ്മൾ ഒരു യു വി വിസിബിൾ റേഞ്ചിലുള്ള റേഡിയേഷൻ വന്ന് റേഡിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ മോളിക്യൂൾ ഡിസോസിയേറ്റ് ചെയ്ത് 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറില്ല. പകരം ഈ ഹൈഡ്രജൻ വേപ്പറിനെ നമ്മൾ മെർക്കുറി വേപ്പറായിട്ട് മിക്സ് ചെയ്യാമെന്ന് കരുതുക. അപ്പോൾ ഈ മെർക്കുറി വേപ്പർ അവിടെ ഒരു ഫോട്ടോ സെൻസിറ്റൈസർ ആയിട്ട് ആക്ട് ചെയ്യും, എന്നിട്ട് ലൈറ്റിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് ഈ മെർക്കുറി വേപ്പറാണ് ഹൈഡ്രജൻ മോളിക്യൂളിലേക്ക് എന്തിനെ കൊടുക്കുന്നത്, ലൈറ്റ് ആക്ടിവിറ്റി കൊടുത്ത് ഡിസോസിയേഷൻ നടന്ന് ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നത്. കണ്ടോ, മെർക്കുറി Hg ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് ആവുന്നു. ഈ ആക്ടിവേറ്റഡ് ആയ മെർക്കുറി ഹൈഡ്രജനിലേക്ക് എനർജി കൊടുക്കുന്നു. അപ്പോൾ ഈ H2ന് എനർജി കിട്ടും, Hgൻ്റെ എനർജി, മെർക്കുറിൻ്റെ എനർജി നഷ്ടപ്പെടും. അങ്ങനെ H2 ഡിസോസിയേറ്റ് ചെയ്തിട്ട് 2 ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നു. ഇത് ഒരു ഫോട്ടോസെൻസിറ്റൈസ്ഡ് റിയാക്ഷൻ്റെ എക്സാമ്പിളാണ്. സോ ഹൈഡ്രജൻ മോളിക്യൂളിനെ വിഘടിപ്പിച്ച് ഹൈഡ്രജൻ ആറ്റമാക്കി മാറ്റുന്ന റിയാക്ഷനിൽ ഹൈഡ്രജൻ മോളിക്യൂളിന് ഡയറക്റ്റായിട്ട് റേഡിയേഷൻ അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് നമ്മൾ മെർക്കുറി വേപ്പറായിട്ട് മിക്സ് ചെയ്യുന്നു. ഇവിടെ മെർക്കുറി വേപ്പർ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു, ഫോട്ടോസെൻസിറ്റൈസറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ ഫോട്ടോസെൻസിറ്റൈസർ ഐസോമറൈസേഷൻ ഓഫ് സിസ് ബ്യൂട്ട്-2-ene ടു ട്രാൻസ് ബ്യൂട്ട്-2-ene. അതായത് സിസ് ബ്യൂട്ടീനിനെ ട്രാൻസ് ബ്യൂട്ടീനാക്കി മാറ്റാൻ പോവാണ്. അതിൽ ഫോട്ടോസെൻസിറ്റൈസറായിട്ട് ആക്ട് ചെയ്യുന്നത് SO2 സൾഫർ ഡൈ ഓക്സൈഡ് ആണ്. സെയിം നമ്മൾ പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് വരിക. ഈ റിയാക്ഷൻ നോട്ടിലേക്ക് എഴുതി വയ്ക്കുക. ഇപ്പം പറഞ്ഞ 3 എക്സാമ്പിൾസിൽ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ എക്സാമിന് ചോദിക്കാറ് വാട്ട് യു മീൻ ബൈ ഫോട്ടോസെൻസിറ്റൈസ്ഡ് റിയാക്ഷൻ ആൻഡ് എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ എഴുതണം. എന്നിട്ട് ഒരു എക്സാമ്പിൾ, എനിക്ക് തോന്നുന്നു ഫോട്ടോസിന്തസിസ് എഴുതി വെച്ചാലായിരിക്കും നന്നാവുക. അപ്പോൾ ആ ഒരു എക്സാമ്പിളും കൂടെ പഠിച്ചു വെച്ചാൽ മതി. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് കെമിലൂമിനസെൻസ്. ഈ ഒരു ചാപ്റ്ററിലെ അവസാനത്തെ പാർട്ടാണ് കെമിലൂമിനസെൻസ്. കെമിലൂമിനസെൻസ് നിങ്ങൾ ആദ്യം കേട്ട് കാണും, പണ്ടൊക്കെ കേട്ടുള്ള ടേംസ് ആണ്. ഇപ്പം നമ്മളിപ്പം പഠിച്ചില്ലേ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ഫിനോമിനയാണ് കെമിലൂമിനസെൻസ്. അപ്പം അത് ഈ ഒരു ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു നമ്മൾ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ആദ്യം ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂൾ നമുക്ക് കെമിക്കൽ റിയാക്ഷൻ തരും. അതായിരുന്നു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. ആ ഒരു ഓർഡർ ആ പേരിലുണ്ട്, ഫോട്ടോ കെമിക്കൽ. ഫോട്ടോ മീൻസ് ലൈറ്റാണ്, ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ തരും. അപ്പോൾ എന്തായിരിക്കും കെമിലൂമിനസെൻസ്? ഞാൻ പറഞ്ഞു ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പം കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതിൽ നിന്ന് ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കെമിലൂമിനസെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനേഷൻ അണ്ടർലൈൻ ചെയ്യാം. ദ ഫിനോമിനൺ ഓഫ് എമിഷൻ ഓഫ് വിസിബിൾ ലൈറ്റ് that accompanies a thermal chemical reaction at a temperature at which light rays are not to be expected normally is called chemiluminescence. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അല്ലെങ്കിൽ ഒരു തെർമൽ റിയാക്ഷൻ നടന്നിട്ട് ലൈറ്റിനെ, വിസിബിൾ ലൈറ്റിനെ എമിറ്റ് ചെയ്യുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് കെമിലൂമിനസെൻസ്. ഇനി നമുക്ക് കെമിലൂമിനസെൻസിൻ്റെ ക്വാണ്ടം എഫിഷ്യൻസി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ക്വാണ്ടം എഫിഷ്യൻസിനെ ഫൈ എന്നല്ലേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തത് നേരത്തെ. അപ്പോൾ ഫൈയിൽ ഇവിടെ CL എന്ന് എഴുതാൻ കാരണം കെമിലൂമിനസെൻസിൻ്റെ ക്വാണ്ടം എഫിഷ്യൻസിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് CL എന്ന് എഴുതിയത്. ഇക്വേഷൻ നേരത്തെ പോലെ തന്നെയാണ് വരുന്നത്. നമ്പർ ഓഫ് ഫോട്ടോൺസ് എമിറ്റഡ് ഇൻ എ ഗിവൺ ടൈം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ റിയാക്ടൻ കൺസ്യൂംഡ് ഇൻ ദ സെയിം ടൈം. അതായത് എത്ര മോളിക്യൂൾ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അതിൽ എത്ര ഫോട്ടോൺസ് റീഎമിറ്റ് ചെയ്തു, ഇത് ലൈറ്റായിട്ട് എമിറ്റ് ചെയ്തു. അതാണ് അതിൻ്റെ ക്വാണ്ടം എഫിഷ്യൻസിയിൽ വരുന്നത്. ഈ ഒരു ഭാഗം ഒരു ബോക്സിലാക്കി വെക്കാം. ഇനി ക്വാണ്ടം എഫിഷ്യൻസി ഓഫ് കെമിലൂമിനസെൻസ് ഈസ് മോസ്റ്റ് കേസസ് മച്ച് ലെസ് ദാൻ 1. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈക്വൽ ടു 1 ആകുന്ന ഗുഡ് എഫിഷ്യൻ്റ് റിയാക്ഷൻ ആണ്. കെമിലൂമിനസെൻസിൻ്റെ കേസിൽ ഇവിടെ പറയണത് കെമിലൂമിനസെൻസ് മോസ്റ്റ് ഓഫ് ദ റിയാക്ഷൻ്റെയും കെമിലൂമിനസെൻസ് എന്തായിരിക്കും, ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ കെമിലൂമിനസെൻസ് എങ്ങനെയാണ് സംഭവിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതാണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻ. പക്ഷേ ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയ കാരണം ഇവിടെ പ്രൊഡക്റ്റ് മുതലാണ് തുടങ്ങുന്നത്. അതായത് ഒരു തെർമൽ കെമിക്കൽ റിയാക്ഷൻ നടന്നതിൻ്റെ പ്രൊഡക്റ്റ് അത് എവിടെയായിരിക്കും, എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഈ ഒരു സ്പീഷീസ് തെർമൽ എന്താ പറയുക, എങ്ങനെയാണ് എനർജി നഷ്ടപ്പെടുക, റേഡിയേഷനെ എമിറ്റ് ചെയ്യുമ്പോൾ അതിന് എനർജി നഷ്ടപ്പെടും. എനർജി നഷ്ടപ്പെടുമ്പം എനർജി അത് UV വിസിബിൾ റേഞ്ചിൽ ഉള്ള വേവ് ലെങ്ത് ആയിട്ടാണ് എമിറ്റ് ചെയ്യുന്നത് എങ്കിൽ
അവിടെ എന്ത് നമുക്ക് കാണാൻ പറ്റും? കെമിലൂമിനസെൻസ് കാണാൻ പറ്റും. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. എ എന്ന് പറയുന്ന റിയാക്റ്റൻ്റ് റിയാക്ട് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടായെന്ന് കരുതാം. ഈ പ്രൊഡക്റ്റ് എവിടെ ഉണ്ടാവുക? എക്സൈറ്റഡ് സ്റ്റേറ്റിൽ. അതുകൊണ്ട് നമുക്കിതിനെ ബി സ്റ്റാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന പ്രൊഡക്റ്റ് റേഡിയേഷൻ റിയെമിറ്റ് ചെയ്യുന്നു. റേഡിയേഷൻ റിയെമിറ്റ് ചെയ്യുമ്പം അതിൻ്റെ എന്ത് നഷ്ടപ്പെടും? ആക്ടിവേഷൻ നഷ്ടപ്പെടും. പ്ലസ് H എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ റിയെമിറ്റ് ചെയ്തു. ഈ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ വിസിബിൾ റീജിയനിലാണ് വരുന്നത് എങ്കിൽ നമുക്ക് കെമിലൂമിനസെൻസ് കാണാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ എങ്ങനെയാണ് കെമിലൂമിനസെൻസ് ഉണ്ടാവുന്നത്? നെക്സ്റ്റ് നമുക്ക് കെമിലൂമിനസെൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത് ഫോസ്ഫറസ് നമ്മളിപ്പം എയറിൽ തുറന്ന് വെക്കുകയാണെങ്കിൽ അതിങ്ങനെ തിളങ്ങും, ഗ്ലോ ചെയ്യും. അതിൻ്റെ കാരണം കെമിലൂമിനസെൻസ് ആണ്. അതായത് ഫോസ്ഫറസ് നമ്മൾ എയറിൽ തുറന്ന് വെക്കുന്ന സമയത്ത് ഫോസ്ഫറസ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവുന്നു? ഫോസ്ഫറസ് ട്രയോക്സൈഡ് ഉണ്ടാവും. ഈ ഫോസ്ഫറസ് ട്രയോക്സൈഡ് വീണ്ടും ഫർദർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ, ആദ്യം ഫോസ്ഫറസ് ട്രയോക്സൈഡേക്ക് ഉണ്ടാവുക, അത് പിന്നെ ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആയിട്ട് മാറും. ഈ ഫോസ്ഫറസ് ട്രയോക്സൈഡ് ആണെങ്കിലും ഫോസ്ഫറസ് പെൻഡോക്സൈഡ് ആണെങ്കിലും ഇത് എയറിൽ ഗ്ലോ ചെയ്യും. അതിൻ്റെ കാരണം ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫോസ്ഫറസ് പെൻഡോക്സൈഡും ട്രയോക്സൈഡും ഉണ്ടാവുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഇവർ എക്സസ് ഓഫ് എനർജീനെ എമിറ്റ് ചെയ്യും. എമിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആക്ടിവേഷൻ നഷ്ടപ്പെടും. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് കാരണമാണ് അത് വിസിബിൾ റേഡിയേഷൻ ആയിരിക്കും എമിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫോസ്ഫറസ് എന്ത് ചെയ്യുന്നത്? കെമിലൂമിനസെൻസ് കാണിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ പറയണത് നമ്മളിപ്പം ഒരു കോൾഡ് ലിക്വിഡ് മെർക്കുറി എടുത്തു. അതിൻ്റെ സർഫേസിലേക്ക് അറ്റോമിക് ഹൈഡ്രജൻ അതിലേക്ക് വന്ന് ഒഴിച്ചു എന്ന് കരുതാം. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ സർഫേസ് ഗ്ലോ ചെയ്യും. ആ ഗ്ലോ ചെയ്യാനുള്ള കാരണം ലൂമിനസെൻസ് ആണ്. മൂന്നാമത്തെ എക്സാമ്പിൾ, ആൽക്കലി മെറ്റൽ വേപ്പേഴ്സ് റിയാക്ട് വിത്ത് ഹാലജൻസ് അറ്റ് ലോ പ്രഷർ ടു പ്രൊഡ്യൂസ് ലൂമിനസെൻസ്. ആൽക്കലി മെറ്റൽ വേപ്പേഴ്സ് ഹാലജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് ലൂമിനസെൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു പറഞ്ഞ 3 എക്സാമ്പിളിൽ ഏത് വേണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഫോസ്ഫറസിൻ്റെ പഠിച്ചായിരിക്കും നന്നാവുക. അത് നമുക്ക് എക്സാമ്പിളൊക്കെ എഴുതാൻ പറ്റും. ഇവിടെ എഴുതിയിരിക്കുന്നത് ഫോട്ടോ കെമിസ്ട്രിയിലെ പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് നോക്കിയിട്ട് ഇതും കൂടെ ഒന്ന് നോട്ടിലേക്ക് എഴുതി വെക്കുക. ഇതെഴുതണം. 10 ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ വരുന്നുണ്ട്. ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം. 11, 12, 13 ഈ 3 എഴുതണം. ഒരു 2-3 ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും കൂടെ കാണിച്ചു തരാം. ഈ ഒരു 3 ക്വസ്റ്റ്യനും കൂടെ. അപ്പോൾ ഈ 16 ക്വസ്റ്റ്യനും നോട്ടിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ എൻഡിൽ കാണണം. താങ്ക് യു.